നമസ്കാരം, എല്ലാ കുട്ടികൾക്കും ഗിരീഷ് സാറാണ്. പ്ലസ് ടു ഫിസിക്സ് പ്രാക്ടിക്കലിൽ കുറച്ച് സ്കൂളുകളിൽ, ഒരു 10% സ്കൂളുകളിൽ റെസണൻസ് കോളം എന്ന് പറയുന്ന അപ്പാരറ്റസ് വെച്ചിട്ടുണ്ട്. റെസണൻസ് കോളം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. റെസണൻസ് കോളത്തിന് എന്താണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്? വെലോസിറ്റി ഓഫ് സൗണ്ടാണ്. വെലോസിറ്റി ഓഫ് സൗണ്ട് എത്രയാണ്? 340 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അന്നേരം അത് കണ്ടുപിടിക്കാൻ ഒരു ഇക്വേഷൻ ഉണ്ട്. VT = 2n, സ്മോൾ n ആണ്, L2 - L1. n എന്ന് പറഞ്ഞാൽ ആ ട്യൂണിംഗ് ഫോർക്കിൻ്റെ ഫ്രീക്വൻസിയാണ്. ചിലപ്പോൾ 384 ആവും, 480 512 ഒക്കെ ആയിരിക്കാം. നിങ്ങൾക്ക് തരുന്ന ആ ട്യൂണിംഗ് ഫോർക്കിൻ്റെ ഫ്രീക്വൻസിയാണ് n. L1 L2 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് റെസൊനേറ്റിംഗ് ലെങ്തും സെക്കൻഡ് റെസൊനേറ്റിംഗ് ലെങ്ത് എന്നാണ്. വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ നമ്മൾ ആ ഫസ്റ്റ് റെസൊനേറ്റിംഗ് ലെങ്ത് എങ്ങനെയാണ് ചെയ്യുന്നത്? ഒരു റെസൊനൻസ് ട്യൂബ് അത് നിറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു മുക്കാൽ ഭാഗത്തോളം നമുക്കൊരു ചെറിയ ഇൻഡിക്കേറ്റർ ഉണ്ട്, അതിന് അതുവരെ വെള്ളം നിറച്ചേക്കുന്ന കാണണം. എന്നിട്ട് നമ്മൾ അത് വൈബ്രേറ്റ് ചെയ്ത ട്യൂണിംഗ് ഫോർക്ക് വെക്കുമ്പോൾ ഒരു സൗണ്ട് കിട്ടും. ആ സൗണ്ട് നമ്മൾ സ്കെയിൽ വെച്ച് അളക്കുമ്പോൾ ഏകദേശം 15 സെൻറ്റിമീറ്റർ കിട്ടിയെന്ന് വെച്ചു. അതാണ് L1, അതാണ് ഫസ്റ്റ് റെസൊനേറ്റിംഗ് ലെങ്ത്. ഇനി L2 കണ്ടുപിടിക്കണമെങ്കിൽ നിങ്ങൾ L1 15 വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ 3 ഇരട്ടി വെക്കുക. നേരെ 15 × 3 പറഞ്ഞാൽ 45 വെക്കുക. അതാണ് L2, അതാണ് സെക്കൻഡ് റെസൊനേറ്റിംഗ് ലെങ്ത്. ആ L2 45 വെച്ചതിന് ശേഷം ശകലം മുകളിലോട്ടോ താഴോട്ടോ 45-നും 50-നും ഒക്കെ ഇടയിൽ വീണ്ടും ഇതുപോലെ നല്ലൊരു സൗണ്ട് കേൾക്കാം. അത്യാവശ്യം നല്ല സൗണ്ട്. ആ സൗണ്ട് കേൾക്കുന്നതാണ് L2 എന്ന് പറയുന്നത് സെക്കൻഡ് റെസൊനേറ്റിംഗ് ലെങ്ത്. അതൊന്നുകൂടെ പറയാം. ആദ്യം നമ്മൾ ഒരു സൗണ്ട് കേൾക്കും, അതായത് ഒരു വെള്ളം നിറഞ്ഞതിന് ശേഷം നമ്മൾ വൈബ്രേറ്റ് ചെയ്തൊരു സൗണ്ട് കേൾക്കുന്നതാണ് ഫസ്റ്റ് റെസൊനേറ്റിംഗ് ലെങ്ത് L1. അത് 15 സെൻറ്റിമീറ്ററോ 20 സെൻറ്റിമീറ്ററോ ആണെങ്കിൽ അത് L1 ആയിട്ട് എടുക്കുക. അതിൻ്റെ 3 ഇരട്ടി വെച്ചതിന് ശേഷം പിന്നെ മുകളിലോട്ട് നോക്കുക. മുകളിലോട്ടോ താഴോട്ട് കിട്ടത്തില്ല, മുകളിലോട്ട് നോക്കുമ്പോൾ നമുക്ക് അടുത്ത സെക്കൻഡ് റെസൊനേറ്റിംഗ് ലെങ്ത് കിട്ടും. അങ്ങനെ അത് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. L1 L2 ചെയ്യുക, 2 3 ഫ്രീക്വൻസിയുടെ ചെയ്യുക. VT = 2n × L2 - L1. ഉത്തരം കിട്ടേണ്ടത് എപ്പോഴും വെലോസിറ്റി ഓഫ് സൗണ്ട് എത്ര? 340 മീറ്റർ പെർ സെക്കൻഡ് എന്ന് നമുക്ക് ഉത്തരം കിട്ടിയിരിക്കണം, അല്ലെങ്കിൽ തെറ്റാണ്. 340ക്ക് അടുത്ത് കിട്ടണം. ഇനി അതിൻ്റെ കൂട്ടത്തിൽ വേറൊരു ഇക്വേഷൻ ഉണ്ട്. V0 = VT - 0.60. റൂം ടെമ്പറേച്ചർ എന്നൊക്കെ പറയുന്നത് 28 29 30 കൊടുത്ത് നമുക്ക് അതിനകത്തോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. VT ഓൾറെഡി നമ്മൾ കണ്ടുപിടിക്കുന്നതാണ് 340ക്ക് അടുത്ത് കിട്ടുന്നത്. അത് ഇങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇതാണ് റെസൊണൻസ് കോളത്തിൽ നമ്മൾ ചെയ്യുന്നത്. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സ്പെരിമെൻ്റ് ആണ്. ഇത് നന്നായിട്ടൊന്ന് മനസ്സിലാക്കി പോയാൽ നിങ്ങൾക്ക് റെസൊണൻസ് കോളം നന്നായിട്ട് ചെയ്യാൻ പറ്റും. അത്തരം ചോദിക്കാവുന്ന വൈവ ക്വസ്റ്റ്യൻസ്, റെസൊണൻസ് എന്താണെന്ന് ചോദിക്കാം. നാച്ചുറൽ ഫ്രീക്വൻസിയും ഒരു വസ്തുവിൻ്റെ, ഒരു ഒബ്ജക്റ്റിൻ്റെ അല്ലെങ്കിൽ ഒരു സബ്സ്റ്റൻസിൻ്റെ നാച്ചുറൽ ഫ്രീക്വൻസിയും എക്സ്റ്റേണൽ ഫ്രീക്വൻസിയും സെയിം ആകുമ്പം അവിടെ മാക്സിമം ആംപ്ലിറ്റ്യൂഡോടുകൂടി സൗണ്ട് ഉണ്ടാകുക, അല്ലെങ്കിൽ മാക്സിമം ആംപ്ലിറ്റ്യൂഡോടുകൂടി സൗണ്ട് ഉണ്ടാകുന്നതിനെയാണ് നമ്മൾ റെസൊണൻസ് എന്ന് പറയുന്നത്. റെസൊണൻസ് സ്വാഭാവികമായിട്ടും റെസൊണൻസ് കോള അപ്പാരറ്റസ് കിട്ടുന്നവർക്ക് ഉറപ്പായിട്ട് എന്താണ് റെസൊണൻസ് എന്ന് ചോദിക്കാം. ഇത് നിങ്ങൾ ഉത്തരമായിട്ട് പറയുക. അന്നേരം വളരെ സിമ്പിളൊരു വീഡിയോ ആണ്. പ്രാക്ടിക്കൽ ചെയ്തിട്ടില്ല, എന്നാലും ഏകദേശം ഒരു ഐഡിയ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ നെവർ എവർ ഗിവ് അപ്പ്.